കഴിഞ്ഞ ഷോർട്സിൽ തലശ്ശേരിക്ക് പോവാന്നല്ലേ പറഞ്ഞുള്ളൂ. എന്തിനാന്നല്ലേ, നമുക്ക് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആദർശിൻ്റെ പാപ്പൻ്റെ മോളെ കല്യാണമായിരുന്നു. അവർ പൂനെയിൽ സെറ്റിൽഡ് ആണ്. പക്ഷെ കല്യാണം തലശ്ശേരിയുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. ഈ ഫങ്ഷൻസ് ഒക്കെ ഇവിടെ ഈ ലോട്ടസ് ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നേ. ഓഡിറ്റോറിയം അടിപൊളിയായിരുന്നു. പുറത്തൊക്കെ കുറേ പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ വാഷിംഗ് ഏരിയയാണേ. അതായിരുന്നു എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ മണ്ഡപവും എല്ലാം നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റിങ്ങും ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ഇവർ മലയാളീസ് അല്ലാത്തത് കൊണ്ട് ചെക്കൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ കുറവായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഫങ്ഷൻസ് ഒക്കെ അവിടെ വെച്ചിട്ടാണ് ഉള്ളത്. ആദ്യം തന്നെ അവർ ചെക്കനെ പോയി സ്വീകരിച്ചു. പിന്നെ വധുവിനെയും സ്വീകരിച്ചു കൊണ്ടുവന്നു. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂജാരി അടിപൊളിയായിരുന്നു. അങ്ങനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ് എല്ലാവരും കൂടെ. വധുവിൻ്റെ പേരും ഐശ്വര്യ എന്ന് തന്നെയാണ്. ഐശ്വ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ എല്ലാവരും മണ്ഡപത്തിലേക്ക് കയറി. വധുവും കയറി. സാരി എടുത്തിട്ട് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് സ്റ്റെപ്പൊക്കെ കയറി വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ സാരി ഒന്നും യൂസ് ചെയ്യാറുണ്ടാവില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ മണ്ഡപത്തിലേക്ക് കയറി. പിന്നെ മണ്ഡപമൊക്കെ വലം വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. അങ്ങനെ മണ്ഡപമൊക്കെ വലം വെച്ച ശേഷം പൂജാരിയുടെ നിർദ്ദേശങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ താലികെട്ടലിലേക്ക് കടക്കാൻ പോവുകയാണ്. മണ്ഡപം വലം വെച്ച ശേഷമാണല്ലോ അത്. അങ്ങനെ ചെക്കൻ താഴെ ഇരിക്കുകയായിരുന്നു. ചെക്കനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ചെക്കനെയും അവിടെ പിടിച്ചിരുത്തി. പിന്നെ താലി കെട്ടാനാവാനായി എല്ലാവരും നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ്. പൂജകളൊക്കെ കഴിഞ്ഞ ശേഷം താലികെട്ടായിരുന്നു. ഈ ക്യാമറ ചേട്ടനെ കാണാൻ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു കട്ടുണ്ടായിരുന്നേ. മറ്റേ ഒരു സിനിമയില്ലേ, അതിലെ സിനിമേൻ്റെ പേര് ഞാൻ മറന്നു. അങ്ങനെ താലികെട്ടൽ കഴിഞ്ഞു. ഞങ്ങൾ പോയി സദ്യയൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ചു.